നഗരസഭാ കൗൺസിലർ ടിറ്റോ കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ടിറ്റോ, ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന നിങ്ങൾക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരം ഏത് തരത്തിലാണ്? ഞാനിവിടെ ഈ LG വാഷിംഗ് മെഷീന്റെ ഫ്രണ്ട്. ഹലോ ശ്രീ ടിറ്റോ, കേൾക്കുന്നുണ്ടോ? താങ്കൾ കേൾക്കുന്നുണ്ടോ? ഹലോ, താങ്കൾക്ക് കേൾക്കാമോ ശ്രീ ടിറ്റോ? ഹലോ ഹലോ, താങ്കൾക്ക് കേൾക്കാമോ ശ്രീ ടിറ്റോ? ഞാൻ ചോദിക്കുന്നത് കേൾക്കാമോ? ന്യൂസ് 18 നിന്നാണ്. താങ്കൾക്ക് കേൾക്കാമോ ചോദിക്കുന്നത്? താങ്കൾ ഈ കൊലപാതകം നടന്ന വീട്ടിൽ തന്നെയാണോ ഉള്ളത്? തിരുവാതിക്കലാണോ ഉള്ളത്? പോലീസിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ എന്താണ് താങ്കൾക്ക് ഇപ്പോൾ ലഭ്യമാകും? താങ്കൾ അവിടെ തന്നെ നിൽക്കുന്നതുകൊണ്ടാണ്. ഏറ്റവും പുതിയ വിവരം എന്താണ് ലഭ്യമാകുന്ന വാർത്ത? നമ്മള് കണ്ട കാഴ്ചയും രണ്ടുപേരും മരണം കൊലപാതകം തന്നെയാണെന്നുള്ളതാണ് സംശയിക്കുന്നത്. കാര്യം രണ്ടുപേരുടെയും തല തല്ലി പൊട്ടിച്ചിരിക്കുകയാണ്. ഹലോ, താങ്കൾ പറയുന്നത് കേൾക്കുന്നുണ്ട്. തല, അതായത് വളരെ മോശമായ രീതിയിലാണ്, ക്രൂരമായ ഒരു കൊലപാതകമാണെന്നാണോ? പോലീസ് ബന്ധവസ്ഥയിലാണ് വീട്. അപ്പം ഇതിന്റെ ബാക്കി കാര്യങ്ങളൊന്നും ഇതുവരെ അറിയാറായിട്ടില്ല. കാര്യം ഇത് ഈ വീടിന്റെ മെയിൻ ഡോറിന്റെ താഴെ ഒരു അരകല്ലിന്റെ ഈ കമ്മിക്കല്ല് ഡോറിന്റെ അടിയിൽ ഇരിപ്പുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഡോറൽ അതുകൊണ്ട് ഇടിച്ച പാട്ടം അങ്ങനെയൊന്നും ഇല്ല. അതായത് ഈ അമ്മിക്കല്ല് ഇവരെ ഉപദ്രവിക്കാനോ കൊല ചെയ്യാനോ ഉപയോഗിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള ഒരു നിഗമനം ഉണ്ടോ? എന്തോ കേൾക്കുന്നില്ലല്ലോ. ഈ അമ്മിക്കല്ലോ മറ്റോ ഉപയോഗിച്ച് ഇവരുടെ തല തകർക്കാൻ ശ്രമിക്കുകയോ ചെയ്തു, അങ്ങനെ എന്തെങ്കിലും നിഗമനമൊക്കെയാണോ? തല തകർന്നാണ്. രണ്ട് മുറിയിലായിരുന്നു അല്ലേ? മൃതദേഹങ്ങൾ രണ്ട് മുറിയിലായിരുന്നു. ഇപ്പോഴുള്ള സംശയം, രാവിലെ ജോലിക്ക് വന്ന ജോലിക്കാരിയാണ് ഇത് കാണുന്നത്. കഥവ് തുറന്നുകൊണ്ട് അവരകത്ത് കയറി, അന്നേരമാണ് ഇവര് ഇത് കാണുന്നത്. എന്തെങ്കിലും മോഷണം പോയിട്ടുണ്ടോ? മോഷണ ശ്രമം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഒന്നും പറയാറില്ല. പോലീസ് വന്ന് നിൽക്കുന്നേ ഉള്ളൂ. എത്തുമെന്ന് പറയുന്നു. അത് പറയാറായിട്ടില്ല അല്ലെ? അങ്ങനെ എന്തെങ്കിലും കാരണമാണോ? അവര് വന്ന് ഇത് കായിക കെട്ടി അവര് ബന്ധവസ്ഥയിലാക്കിയിട്ടുണ്ട്. CI, വെസ്റ്റ് CI, മെഡിക്കൽ CI, ഈസ്റ്റ് CI അവരെല്ലാം ഇവിടെ ഉണ്ട്. പോലീസിന്റെ നേതൃത്വത്തിൽ എല്ലാ പോലീസും ഉണ്ട് ഇവിടെ. ബന്ധുക്കളൊക്കെ ഉണ്ടോ അവിടെ? വീട്ടിലെത്തിയിട്ടുണ്ടോ? പെങ്ങന്മാര് രണ്ടുപേരും ഇവിടെ ഉണ്ട്. ഈ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയുമായി ബന്ധപ്പെട്ടുള്ള സംശയമാണ് എല്ലാവരും പറയുന്നത്. ആൾക്കാർ പറയുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. നേരത്തെ ഇവിടെ ജോലിക്ക് നിന്നപ്പോൾ ഇവിടുന്ന് ഒരു ഫോൺ മോഷണം പോയി. അതിന്റെ പേരിൽ ഇവനെ പറഞ്ഞു വിട്ടതിന്റെ പുറത്ത് ഇവനെ ഒരു ദിവസം വന്ന് ഗേറ്റ് ചാടിക്കിടക്കാൻ ശ്രമിച്ചു. അന്നേരം പോലീസ് ഇവനെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ ജനം പറയുന്നതാണ്. നമുക്കതിനെ കുറിച്ചൊരു, അതായത് ഇയാള് വീട്ടിൽ വരാൻ ശ്രമിച്ചു, അതിനുശേഷം എന്തോ അതൊന്നുകൂടെ ക്ലിയർ ആയില്ല. ഈ കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം എന്താണ് സംഭവിച്ചത്? അത് പോലീസ് അവനെ കൊണ്ടുപോയായിരുന്നു. ഗേറ്റ് ചാടിക്കിടക്കാൻ ശ്രമിച്ചപ്പം അത് അറിഞ്ഞ് പോലീസ് അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അപ്പൊ അങ്ങനെ ഒരു സംഭവം നേരത്തെ ഉണ്ടായിട്ടുണ്ട്, വീട്ടിലോട്ട് വരാനായിട്ട്. പക്ഷെ അതൊന്നും നമുക്ക് അതിനെ കുറിച്ചൊന്നും പറയാറില്ല. പോലീസിനും ഇപ്പം വിവരങ്ങളൊന്നും പറയാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. SP ഇപ്പൊ എത്തുമെന്നും പറയുന്നു. SP ഇപ്പൊ എത്തുമായിരിക്കും അല്ലെ? അപ്പൊ ഇപ്പൊ പരിശോധനയ്ക്ക് ഓക്കെ. അപ്പൊ ശരി, അപ്പോഴായിരിക്കും കൂടുതൽ വ്യക്തത വരിക എന്നറിയുന്നത്. വളരെയധികം നന്ദി. ശ്രീ ടിറ്റോ കൗൺസിലറാണ് പ്രതികരിച്ചത്. സജിത്ത്, ആ തരത്തിലേക്ക് തന്നെയാണ് ഇപ്പൊ നിഗമനങ്ങളൊക്കെ പോകുന്നത്. നേരത്തെയും ഈ ഇതര സംസ്ഥാന തൊഴിലാളി അയാൾ ഗേറ്റ് ചാടിക്കടക്കാൻ ശ്രമിക്കുകയും അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. അപ്പോൾ ഒരു ആക്രമണം മുൻപും അയാൾ പദ്ധതി ഇട്ടിരുന്നതാണ്. അപ്പോൾ അതിനുള്ളൊരു സാധ്യതയുണ്ട്. സ്വാഭാവികമായിട്ടും പ്രതിപട്ടികയിൽ അല്ലെങ്കിൽ സംശയത്തിന്റെ പട്ടികയിൽ അയാൾ തന്നെയായിരിക്കും മുൻതൂക്കം. ആ തരത്തിൽ അന്വേഷണം പോകുന്നു എന്നുള്ള സൂചന SP-യുടെ വാക്കുകളുണ്ടോ? അങ്ങനെയാണ് ലഭ്യമാവുന്ന സൂചനകൾ. അപ്പം നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഒരു വലിയ കോമ്പൗണ്ടിനുള്ളിലാണ് ആ വീട് സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല വലിയ ഉയർന്ന മതിലും മറ്റ് സുരക്ഷാ സംവിധാനങ്ങളും CCTV ക്യാമറ സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ തെളിവ് ശേഖരിക്കുക പോലീസിന് എളുപ്പമാകും എന്ന പ്രതീക്ഷയാണുള്ളത്. ഒരുപക്ഷെ പോലീസ് അത്തരം സൂചനകളിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് കരുതാം. അന്യസംസ്ഥാന തൊഴിലാളി തന്നെയാണ് കൊല നടത്തിയത് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നു എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന സൂചനകൾ. ഇക്കാര്യത്തിൽ പോലീസിൻ്റെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എന്തായാലും കോട്ടയത്തെ പോലീസ് മേധാവി ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം അല്പസമയത്തിനുള്ളിൽ തന്നെ മാധ്യമങ്ങളുമായി
പങ്കുവയ്ക്കും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. എന്തായാലും സ്ഥിരീകരണങ്ങൾ ഇങ്ങനെയാണ് പുറത്തു വരുന്നത്. 2 മുറികളിലായിട്ടാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. രണ്ടും വികൃതമാക്കപ്പെട്ട നിലയിലാണ്. ഒപ്പം ആയുധം കണ്ടെത്തിയെന്ന സൂചന കൂടി വരുന്നുണ്ട്. ഇക്കാര്യത്തിൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എന്തായാലും പ്രാഥമികമായ എല്ലാ തെളിവുകളും പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു, കൃത്യമായ സൂചനയിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാവുന്നത്. നേരത്തെ സംശയകരമായൊരു സാഹചര്യം ഇപ്പോൾ അവിടുന്ന് പ്രതികരിക്കുന്നവരെല്ലാം പറയുന്നത്, ആ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന ഒരു അസം സ്വദേശിയുണ്ട്. അയാൾ അവിടെ മോഷണം നടത്തിയതുമായി ബന്ധപ്പെട്ട് ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടിരുന്നു. അതേ തുടർന്ന് ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് മനസ്സിലാവുന്നത്. അങ്ങനെയെങ്കിൽ അതിൻ്റെ വൈരാഗ്യത്തിൽ നടന്ന കൊലപാതകമാണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മോഷണ സാധ്യതയാണോ ഉണ്ടായത് എന്ന കാര്യത്തിൽ കൂടി സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഈ കുടുംബത്തെ സംബന്ധിച്ച് അടുത്ത നാളുകളിലാണ് 2 ദുരന്തമുണ്ടാവുന്നത് എന്ന സാഹചര്യം കൂടിയുണ്ട്. കാരണം ഈ വിജയകുമാറിനും മീരയ്ക്കും 2 മക്കളാണ്. ഒരാൾ വിദേശത്താണുള്ളത്, മറ്റൊരാൾ മകൻ അടുത്ത സമീപ വർഷങ്ങൾക്ക് മുമ്പാണ് റെയിൽവേ ട്രാക്കിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നു വരികയാണ്. ഇതിനിടയിലാണ് ഈ കൊലപാതകം കൂടി ഉണ്ടാവുന്നത്. കോട്ടയത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യവസായ പ്രമുഖനാണ് നഗരമധ്യത്തിലെ വീട്ടിനുള്ളിൽ വെച്ച് അവർ ഭാര്യയ്ക്കൊപ്പം കൊല ചെയ്യപ്പെടുന്നത് എന്നതാണ് ഏറ്റവും ദാരുണമായ കാര്യം. ഒപ്പം തന്നെ വികൃതമാക്കപ്പെട്ട നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ കൊല നടത്തിയത് ആര്, ഇയാളുടെ ഉദ്ദേശം എന്തായിരുന്നു, അയാൾ അന്യസംസ്ഥാന തൊഴിലാളിയാണോ തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകളിലേക്കാണ് പോലീസിനെത്തേണ്ടത്. വരുന്ന മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പോലീസ് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുമെന്ന് തന്നെ നമുക്ക് കരുതാം. യെസ് സജിത്ത്, ഏതായാലും ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരാം. ഇതിൽ ഇരട്ട കൊലപാതകം, ഞെട്ടിപ്പിക്കുന്ന ഇരട്ട കൊലപാതകമാണ് കോട്ടയത്ത് നടന്നിരിക്കുന്നത്. പോലീസിന് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാനിരിക്കുമ്പോൾ അതിക്രൂരമായ രീതിയിലാണ് കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നത്. രണ്ടുപേരുടെ മുഖങ്ങൾ വികൃതമാക്കപ്പെടുകയും തല തല്ലി തകർക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളൊക്കെ വരികയാണ്.